റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ചടങ്ങുകൾ സംബന്ധിച്ച വിശദാംശങ്ങളുമായി മനു ശങ്കരൻ ദില്ലിയിൽ നിന്നും ചേരുന്നു. മനു, എത്രത്തോളം പ്രൗഢഗംഭീരമായിരുന്നു ചടങ്ങുകൾ? ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. തീർച്ചയായും ഇന്ത്യയുടെ വർണ്ണ വൈവിധ്യവും അതോടൊപ്പം സൈനിക ശക്തിയും വിളിച്ചോതുന്ന റിപ്പബ്ലിക് ദിന പരേഡ് സമാപിച്ചിരിക്കുന്നു. റിപ്പബ്ലിക് ദിന പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച് രാഷ്ട്രപതി പ്രണബ് മുഖർജി, അതോടൊപ്പം മുഖ്യാതിഥിയായിരുന്ന അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ബിൻ നഹ്യാൻ എന്നിവർ ഇപ്പോൾ രാജ്പഥിൽ നിന്ന് മടങ്ങിയിരിക്കുന്നു. രാജ്പഥിൽ രാഷ്ട്രപതി പ്രണബ് മുഖർജി 10 മണിയോടെ ദേശീയ പതാക ഉയർത്തിയതോടെയാണ് ഇന്ത്യയുടെ 68ാം റിപ്പബ്ലിക് ദിനാഘോഷത്തിന് ഔദ്യോഗിക തുടക്കമായത്. ധീര സൈനികർക്ക് ആദരാഞ്ജലി അർപ്പിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമർ ജവാൻ ജ്യോതിയിൽ പുഷ്പാർച്ചന നടത്തി. ഇതിനുശേഷം രാജ്പഥിലെത്തി രാഷ്ട്രപതിയെയും അതോടൊപ്പം മുഖ്യാതിഥിയെയും സ്വീകരിച്ചു. അബുദാബി കിരീടാവകാശി UAE ഉപസർവ സൈന്യാധിപനുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ നഹ്യാൻ റിപ്പബ്ലിക് പരേഡിലെ മുഖ്യാതിഥിയായി പങ്കെടുത്ത ചടങ്ങിൽ UAEയിൽ നിന്നുള്ള സൈനിക സംഘവും ആദ്യമായി ഇന്ത്യയുടെ റിപ്പബ്ലിക് പരേഡിൽ അണിനിരന്നു എന്നത് ശ്രദ്ധേയമായി. വിജയ് ചൌക്കിൽ നിന്ന് ചെങ്കോട്ട വഴി ഇന്ദ്രപ്രസ്ഥത്തിന്റെ രാജവീതിയിലൂടെയുള്ള പരേഡിൽ ഇന്ത്യയുടെ സൈനിക ശക്തിയും സാംസ്കാരിക വൈവിധ്യവും വിളിച്ചോതുന്നതായിരുന്നു. പ്രതിരോധ ആഭ്യന്തര മന്ത്രിമാർക്കൊപ്പം സർവ്വ സൈന്യാധിപനായ രാഷ്ട്രപതി അഭിവാദ്യം ചെയ്ത് കര, നാവിക, വ്യോമസേനാ പ്രകടനങ്ങൾ പരേഡിൽ അണിനിരന്നു. 144 അംഗ നാവിക സംഘത്തെ തലശ്ശേരി സ്വദേശി ലഫ്റ്റനന്റ് കമാൻഡർ അപർണ നായരും അതോടൊപ്പം വ്യോമ വിഭാഗത്തെ ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് ദൃശ്യനാഥും നയിച്ചതും മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒന്നായിരുന്നു. 149 അംഗ UAE സൈനിക വിഭാഗമാണ് റിപ്പബ്ലിക് പരേഡിൽ ആദ്യമായാണ് ഒരു അറബ് രാജ്യത്തിന്റെ സൈനിക സംഘം റിപ്പബ്ലിക് പരേഡിൽ പങ്കെടുക്കുന്നത്. അതോടൊപ്പം ഇന്ത്യയുടെ NSG സംഘവും ആദ്യമായി പരേഡിൽ ഭാഗമായി. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ദീർഘദൂര പീരങ്കി ധനുഷും തേജസ് എയർക്രാഫ്റ്റും പരേഡിൽ ശക്തി വിളിച്ചോതുന്നതായിരുന്നു. സാംസ്കാരിക വൈവിധ്യം വിളിച്ചോതി 17 സംസ്ഥാനങ്ങളുടെയും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും നിശ്ചല ദൃശ്യങ്ങളും ഈ വർണ്ണാഭമായിരുന്നു. എന്നാൽ കേരളത്തിന്റെ ആശയം നേരത്തെ തന്നെ കേന്ദ്രം തള്ളിയതോടെ കേരളത്തിന്റെ നിശ്ചല ദൃശ്യം ഇത്തവണത്തെ പരേഡിലും ഉണ്ടായിരുന്നില്ല. ഈ കഴിഞ്ഞ റിപ്പബ്ലിക് ദിനത്തിലും കേരളത്തിന്റെ നിശ്ചല ദൃശ്യം കേന്ദ്ര സർക്കാർ ഒഴിവാക്കിയിരുന്നു. പാക് അധിനിവേശ കാശ്മീരിൽ ഈ ഇന്ത്യ മിന്നലാക്രമണം നടത്തിയതിന് ഈ മിന്നലാക്രമണത്തിന് നേതൃത്വം നൽകിയ പാരാ കമാൻഡിംഗ് മേജർക്ക് ഇന്ത്യയുടെ 2ാമത്തെ പരമോന്നത സൈനിക ബഹുമതിയായ കീർത്തി ചക്ര നൽകി. ഇതോടൊപ്പം മറ്റു 3 സൈനിക ജവാന്മാർക്ക് ശൗര്യ ചക്രയും സർക്കാർ നൽകിയിട്ടുണ്ട്. പരേഡിൽ ഒരു വ്യോമാക്രമണ സാധ്യതയുണ്ട് എന്ന ഇന്റലിജൻസ് മുന്നറിയിപ്പുണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ പഴുതടച്ച സുരക്ഷയിലായിരുന്നു റിപ്പബ്ലിക് ദിന പരേഡ് ചടങ്ങുകൾ പുരോഗമിച്ചത്. പ്രജീഷ്, മനുവാണ് വിശദാംശങ്ങൾ ദില്ലിയിൽ നിന്ന് നൽകിയത്.